ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള ബസ്സാണെന്നുണ്ടെങ്കിൽ വെനമസിന്റെ ബസ്സാണ് ഇത്. നമ്മളെ ബസ്സല്ല, നമ്മളൊരു മച്ചാന്റെ ബസ്സാണ്. ഓന് നാട്ടിലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഓട്ടോ ഓടാൻ തന്നിരിക്കണ ബസ്സാണ്. അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ട, നമ്മള് പെട്രോൾ പമ്പിന്റെ ഈ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്കൂൾ വരുന്നത്. കണ്ട, നമ്മളെ ബസ് ഇതാണ്. വണ്ടി കഴുകി സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. കണ്ട, ഏതാ ലുക്കിലെ. ഇപ്പോ വെള്ള പെയിന്റ് അടിക്കാൻ പറഞ്ഞോണ്ട് ഇപ്പൊ എല്ലാ ബസ്സും ഇതേമാതിരി തന്നെയാണ്. പക്ഷെ വെള്ള കളറിലായാലും ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ബമ്പറും ആ സംഭവങ്ങളൊക്കെ എടുത്തു കളഞ്ഞാൽ അതിലുള്ള ലുക്ക് പോവും. ഇപ്പൊ MVD അങ്ങനെയൊക്കെ പറയണത്, എടുത്തു കളഞ്ഞാല് കീശ കീറുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ വല്ല മെയിൻ്റ് ആക്കുന്നില്ല. ഇതാ കാണുന്നതാണ് സ്കൂള്. അവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ ബസ് നിർത്തിയത്. അധികം ലോങ് ഒന്നും പോയില്ല. പിന്നെ ഇതാണ് നമ്മൾ ബസ്സിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. കണ്ട, അടിപൊളി ഇന്റീരിയർ ഒക്കെ തന്നെയാണ്. ഡീസന്റ് ലുക്കിലുള്ള ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ മച്ച സെറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇനി സ്കൂളിന്റെ ഭാഗത്തോട്ട് പോവാ. ഇപ്പുറത്തെ സൈഡിൽ കാണാൻ തന്നെയാണ് കേട്ടോ സ്കൂള്. അപ്പൊ ചെക്കന്മാരൊക്കെ വെയിറ്റിംഗ് ആവും ഈ ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ചെക്കന്മാര് ഈ ബസ് കാണാനാണ് വെയിറ്റിങ്. അപ്പൊ നമുക്ക് അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാം, കണ്ട് കൊതി തീരട്ടെ വരെ. ഇതാണ് നമ്മുടെ സ്കൂള്. വലിയ സ്കൂളൊന്നും അല്ല ഗൈസ്, ചെറിയൊരു സ്കൂളാണ്. പക്ഷെ ഈ ബസ്സിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. രണ്ട് ബസ്സിലുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇതിനുള്ള കുട്ടികൾ തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇവന്മാരെ ഞാൻ എന്തായാലും വണ്ടി വന്ന് കയറട്ടെ, എന്നിട്ട് നമുക്ക് ട്രിപ്പ് കണ്ട് സ്റ്റാർട്ട് ചെയ്യാം. A few moments later. ഗൈസ്, നമ്മളെ ചെറുക്കന്മാരൊക്കെ വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മഴയും പെയ്തിട്ടുണ്ട്. അതൊന്ന് കാര്യമൊക്കെ ഉണ്ടായി. നമ്മൾ എവിടേക്ക് എത്തുമ്പോൾ മഴയൊക്കെ മാറിക്കോളും. പിന്നെ നമ്മൾ എവിടേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മള് വണ്ടറിലേക്കാണ് പോണത്. വണ്ടർല എന്നല്ല, ഇവരെ നാട്ടിലെ ഒരു ചെറിയ പാർക്കാണ്. നമുക്ക് കണ്ടപ്പോൾ വണ്ടർല പോലൊക്കെ തോന്നി. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഈ വണ്ടി നമ്മളെ സ്വന്തം എന്നല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണം. അത് നമ്മളെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഒരു വണ്ടി എടുക്കാൻ പോകുന്നതായിരിക്കും. നമ്മളൊരു വണ്ടി കാര്യങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ വണ്ടി എടുക്കാൻ പോകുന്നതായിരിക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ് ആ വണ്ടി. എന്തായാലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് സെറ്റ് ആക്കണം. അതുവരെ ഈ വണ്ടിയിൽ ട്രിപ്പ് ഓടണം. എന്നിട്ട് അതിൽ കിട്ടുന്ന പൈസക്ക് വേണം നമുക്ക് ആ വണ്ടിക്ക് പതിയെ പതിയെ രജിസ്ട്രേഷൻ ചെയ്ത് സെറ്റ് ആക്കാൻ. ഗൈസ്, നമ്മളങ്ങനെ പാർക്കിന്റെ ഏകദേശം സ്ഥലത്തോട്ട് എത്താനായിട്ടുണ്ട്. എത്തിയിട്ടില്ല, ഏകദേശം ഒക്കെ എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വൈബ് പ്ലേസ് കണ്ടപ്പോ എടുത്തതാണ് ഈ വീഡിയോ കണ്ട. ഇവിടെ അത്യാവശ്യം വൈബ് പ്ലേസ് ആണ്. ഇത് കണ്ടപ്പൊക്കെ വീഡിയോ എടുക്കാൻ തോന്നി, അതാണ് ഇവിടെ ഞാൻ വീഡിയോ എടുത്തത്. കണ്ട, ഇവിടെ അത്യാവശ്യം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പെങ്കിൽ ഒക്കെ ട്രിപ്പിന് പോയിട്ട് വരുന്നവരാവും, അതോ അങ്ങോട്ട് പോണവരാവും. എന്തായാലും ആവട്ടെ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ. ഈ ട്രിപ്പിന് ഞാൻ മാത്രമാണ് വന്നത്. ഈ വണ്ടികൾക്കൊക്കെ ബസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഒരു അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളെ ആരും എടുത്തിട്ടില്ല, നമ്മൾ ഒറ്റക്കാണ് വന്നത്. എന്തായാലും അടുത്ത ട്രിപ്പിൽ നമുക്ക് അതൊക്കെ സെറ്റ് ആക്കണം. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഇവര് നിർത്താൻ പറയുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇവര് സ്കൂളിൽ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വണ്ടിയുടെ ബൂട്ട് സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവര് ഇവിടെ നല്ലൊരു വൈബ് പ്ലേസ് അല്ലേ. അപ്പൊ ഇവിടെ നിർത്തിയിട്ട് എല്ലാരും കൂടി ഫുഡ് കഴിക്കാനാണ് പ്ലാനിങ്. നമുക്ക് എന്തായാലും എല്ലാരും ഇവിടെ ഇറക്കി കൊടുക്കാം. എല്ലാരും ഇറങ്ങുന്നുണ്ട്. നമുക്കും കൂട്ടത്തിൽ ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. A few moments later. ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും അങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ കൂടെ ഒരാളില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറാണ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി അത്യാവശ്യം അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് സെറ്റ് ആവാണ്. പിന്നെ നമുക്ക് ആരില്ലാത്തോണ്ട് മുണ്ടിയും പറഞ്ഞ് പോവാത്തോണ്ട് ഭയങ്കര ബോറിംഗ് ആണ്. പിന്നെ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നോക്കാനും ആരില്ല, അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തായാലും ആവട്ടെ, നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പിൽ നമ്മളെ സ്വന്തം വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് ആരൊരാളെ സെറ്റ് ആക്കണം. ഈ റോഡ് നിലകളൊക്കെ ഇത്തിരി സീനാണ് കേട്ടോ. കണ്ട, മൊത്തം വളവും ഇതൊക്കെയാണ്. നല്ല വൈബാണ് ഗൈസ്, ഇങ്ങനെ വളച്ചും തിരിഞ്ഞൊക്കെ പോവാൻ. ഇനി അധികമൊന്നും ഇല്ല ഗൈസ്. നമ്മളെ പാർക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഹൈവേയിലോട്ട് എത്തി കിട്ടിയാൽ അവിടുന്ന് നേരെ പിടിച്ചാൽ മതി ഗൈസ്. നമ്മൾ പാർക്കിലോട്ട് എത്തും ഗൈസ്. നമ്മളങ്ങനെ കുറെ നേരെ ഈ വളഞ്ഞും തിരിഞ്ഞ് പോണ പ്രാന്താവണ് ഗൈസ്. ഈ സ്റ്റിയറിംഗ് തിരിച്ചിട്ടില്ല. എപ്പോഴാണ് അവ സ്റ്റിയറിംഗ് കയ്യിൽ വരി വരാം. നമുക്ക് നേരെ ഹൈവേയിലോട്ട് കടക്കാം. ഹൈവേ എത്താൻ ഈ ഒരു വളം കൂടി കഴിഞ്ഞാൽ മതി ഗൈസ്. നേരെ അവിടെ ഹൈവേ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതാ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഹൈവേയിലോട്ട് എത്തിക്കിട്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിച്ച് നേരെ പോയാൽ മതി ഗൈസ്. ഈ സ്ഥലം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ട, നേരെ നോക്കിയാൽ മലകളൊക്കെ കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ ആകെ മരങ്ങളും മൊത്ത പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഗൈസ്. കണ്ട, നമുക്ക് ഇനി നേരെ എത്തിച്ചു വിടുക ഗൈസ്. ഇവിടെ ചെറുതായിട്ട് മഴയും തുടങ്ങിയിട്ടുണ്ട്. അധികം നേരം മഴയത്ത് നമുക്ക് വീഡിയോ എടുത്ത് പോകാൻ പറ്റില്ല ഗൈസ്. ഒറ്റക്കല്ലേ ഉള്ളൂ, ഒറ്റക്ക് ക്യാമറയും പിടിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നേരെ അവിടെ എത്തിയതിന്റെ ശേഷം കാണാം. A few moments later. ഗൈസ്, നമ്മളങ്ങനെ പാർക്കിന്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ എൻട്രൻസ് വെച്ചാൽ വലിയ രീതിക്ക് ഇതൊന്നുമില്ല, പക്ഷെ അങ്ങോട്ടേക്ക് പോണ റോഡാണ്. ഈ വളവും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ പാർക്കിലോട്ട് എത്തി ഗൈസ്. ഒരു ചെറിയൊരു പാർക്കാണ്, അതിന്റെ ഉള്ളിലാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളത്. നമുക്ക് അതിനുള്ളിൽ എന്തായാലും കയറാൻ പറ്റില്ല. ഇവരായിട്ട് ട്രിപ്പിന് എൻജോയ് ചെയ്യാൻ വന്നല്ലേ നമ്മളിതിന്റെ ഡ്രൈവർ അല്ലേ. ഇവിടെ എന്തായാലും ഇവരെ ഇറക്കി കൊടുക്കാം നമുക്ക്.
എല്ലാരും ഇറങ്ങി പോകുന്നുണ്ട് ഗൈസ്. ഇവരെന്താ ഈ പെട്ടിയും കിടക്കൊക്കെ പിടിച്ചിട്ട് പോണ്, പെട്ടി ഇതിൽ വെച്ച് പോയിക്കൂടെ? എന്തായാലാവട്ടെ, നമുക്ക് എന്തായാലും ഇവരൊക്കെ ഇറക്കിയിട്ട് നമുക്ക് ഇതിന്റെ പുറമൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം ഗൈസ്. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇതിന്റെ പുറത്ത് അധികം ഒന്നും കാണാനില്ല കേട്ടോ, ഇതിനുള്ളിലാണ് അത്യാവശ്യം കാണാനുള്ളത്. അതാ ചെക്കൻ കിടന്നിട്ട് എന്തോ വായ തുറന്ന് കിടക്കുന്നില്ലേ, അതിന്റെ ഉള്ളിലൂടെയാണ് നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് കിടക്കാം. ഇതിനെ ഉള്ളിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു. നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവരിൽ ഏതെങ്കിലും ടീച്ചർമാരായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. ഇനി ഇവരെല്ലാവരും ഉള്ളിലോട്ട് പോയിരിക്കും. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. നമുക്ക് ഇനി കുറച്ചു നേരം വണ്ടി പോയിരിക്കാം. ഇവര് വരണവരെ നമുക്ക് വണ്ടിയിൽ കാത്തിക്കാം. ഗൈസ്, നമ്മളെ വണ്ടി കണ്ട എന്തോരം ചള്ളി നോക്കിയേ. വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട്. ഇവിടെ എന്താ കുറച്ച് കൂട്ടങ്ങൾക്ക് ഉണ്ടല്ലോ. ഓ ചേട്ടാ മറ്റേ യൂട്യൂബർ ഇല്ലേ? ഏത് യൂട്യൂബർ? ചാനലിന്റെ പേര് പറയിച്ചു. ചാനലിന്റെ പേര് എനിക്കറിയൂല. ചേട്ടനിക്ക് 80K സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ? 80K? ഇവിടെ 70K കൂടി അടിച്ചിട്ടില്ല. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. 80K എന്നല്ല, നമ്മളെ ടാർഗറ്റ് 100K ആണ്. ഓ ഗൈസ്, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ചേട്ടന്റെ ആഗ്രഹമല്ലേ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് 100K ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെ? ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. ഇവന്മാരെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയാക്കാം. അല്ല, വീട്ടിലല്ല, ഇവരെ ട്രിപ്പ് ഇടുന്നെടുത്ത് അവിടെ കൊണ്ടുപോയാക്കാം. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുന്നതായിരിക്കും. അതിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.